അഭിലാഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ തർക്കത്തിനില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലെ +2 ക്ലാസ്സുകളിൽ ഗൂഗിൾ ഉപയോഗിക്കാമോ എന്ന് ഇപ്പോൾ ഒരു ചർച്ച നടത്തുന്നത് പോലെയാണ് ഈ ചർച്ച എന്ന് ഞാൻ പറയും. കാരണം കുട്ടികൾ ChatGPT ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാമോ എന്ന് ചർച്ച ചെയ്യുന്നത് പോലെയാണ്. കുട്ടികൾ ഇൻസ്റ്റയിലും എക്സിലുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2023 നവംബർ 8 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഗസറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ ഗസറ്റ് പ്രകാരം ഇന്ത്യയിൽ എങ്ങനെയാണ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരേണ്ടത് എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണത്. അവർ യൂണിവേഴ്സിറ്റി എന്നല്ല പറയുന്നത്, ഫോറിൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, FHEI. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളമടക്കം ഏത് സംസ്ഥാനത്തിലും ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റി വരുന്നതിന് നിലവിൽ സംസ്ഥാന സർക്കാരിന് കാര്യമായ സേ ഇല്ല. അഭിലാഷ് പറഞ്ഞതുപോലെ ഡൽഹിയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരുന്നു. ഇനി ആ ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗസറ്റിൽ BJPയുടെ പ്രതിനിധി ദയവായി ശ്രദ്ധിക്കുക, പറയുന്നത് 3 കാര്യങ്ങളെ നിർബന്ധം പറയുന്നുള്ളൂ. ഒന്ന്, ഗ്ലോബൽ റാങ്കിങ്ങിൽ ആദ്യത്തെ 500-ൽ പെട്ടതായിരിക്കണം ഈ യൂണിവേഴ്സിറ്റി. അവരുടെ മദർ രാജ്യത്ത് കൊടുക്കുന്ന അതേ ഡിഗ്രി ആയിരിക്കണം. മൂന്നാമത്തെ, സ്കോളർഷിപ്പ് കൊടുക്കണം. സ്കോളർഷിപ്പ് അവരെല്ലാവർക്കും കൊടുക്കും. അല്ലാതെ റിസർവേഷനെ പറ്റിയിട്ടോ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടോ ടീച്ചേഴ്സിൻ്റെ റെമ്യൂണറേഷനെ പറ്റിയിട്ടോ സ്റ്റുഡൻസിൻ്റെ ഫീസിനെ പറ്റിയിട്ടോ ഈ യൂണിവേഴ്സിറ്റികൾക്ക് തീരുമാനിക്കാമെന്നുള്ള ഓർഡർ 2021 നവംബർ 8 കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അതിപ്പോഴും പ്രാബല്യത്തിലാണ്. അപ്പോഴാണ് നമ്മൾ അതിന് മുന്നേയുള്ള സ്റ്റെപ്പിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണമെന്നുള്ളത്. ഇനി കേരളത്തിൻ്റെ കേസിൽ അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലും ഇവിടെ തുടങ്ങിയിട്ടില്ല. ചർച്ചയുടെ ടൈറ്റിൽ അനുസരിച്ച് വൈകി വന്ന വിവേകമോ എന്ന് ചോദിച്ചാൽ വൈകിയാണ് വന്നത്, വിവേകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ഒരു കാലത്തും പൂർണ്ണമായും സർക്കാർ മേഖലയിലായിരുന്നില്ല. നിലവിൽ 80% ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെടുന്നത് 1817-ലാണ്. CMS കോളേജ് കോട്ടയം. അത് തുടങ്ങിയത് ഒരു വിദേശ സംഘടനയാണ്, ചർച്ച് മിഷണറി സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ട് ആണ് തുടങ്ങിയത് 1817-ൽ. ഇനി ലോകത്തൊരിടത്തുമില്ലാത്തൊരു എഗ്രിമെന്റിന്റെ പുറത്താണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. 1957-ലെ വിദ്യാഭ്യാസ ബില്ലിൽ മഹാനായ ജോസഫ് മുണ്ടശ്ശേരി എഴുതി വെച്ചത്, അതായത് കേരളത്തിലുള്ള കുറേ സ്ഥാപനങ്ങൾ മാനേജർമാർ നടത്തുന്നുണ്ട്, അത് മുഴുവൻ ഏറ്റെടുക്കാനുള്ള സിസ്റ്റം സർക്കാരിന് ഇല്ലാത്തതുകൊണ്ട്, സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള അധ്യാപകരുടെ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ശമ്പളവും പെൻഷനും സർക്കാർ കൊടുക്കുകയും സ്കൂളും കോളേജും മാനേജ് ചെയ്യുന്നത് മാനേജർമാർ, സ്വകാര്യ മാനേജർമാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സംഘടനകളുടെ മാനേജർമാർ നടത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ലോകത്തൊരിടത്തുമില്ല. അതായത് ഏത് സ്ഥാപനത്തിലും ആരാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അവരാണ് ശമ്പളം കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഒരു ഘടനാപരമായ പ്രശ്നം ശരിയാണ്. സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സംവരണ തത്വങ്ങളും അവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ഫാക്കൽറ്റികളുടെ നിയമനത്തിന്റെ കാര്യത്തിലായാലും, നിയമനത്തിൽ പൈസയൊക്കെ വാങ്ങുന്നുണ്ട്, അത് വേറെ വിഷയം. അവരുടെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായാലും, വിദ്യാർത്ഥികളുടെ ഫീസിന്റെ കാര്യത്തിലായാലും, നിയമാനുസൃതമായ ഒരു സർക്കാർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എയ്ഡഡ് കോളേജിലെ വിദ്യാർത്ഥിക്കും കിട്ടുന്ന വിധത്തിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ ക്രമം ആ എയ്ഡഡ് സംവിധാനത്തിനകത്തുണ്ട്. ആ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ ക്രമം ഈ പറയുന്ന സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. യെസ്, ഞാൻ അതിലേക്ക് തന്നെയാ വരുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും സ്വകാര്യ മേഖലയുടെ വളരെ കൃത്യമായ ഇടപെടലുണ്ട്. അതിൻ്റെ മുകളിൽ സർക്കാർ നിയന്ത്രണങ്ങളുണ്ട്. അഭിലാഷ് തന്നെ പറഞ്ഞതുപോലെ 500-ലധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്, 100-നടുത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ അവിടെ ഇല്ലാത്ത 4 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ഇവിടെ ബാധകമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ഇല്ല. കോൺഗ്രസും BJPയും അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ഇല്ല. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് പോലുള്ള സാധനങ്ങളില്ല. ഫാക്കൽറ്റിയുടെ ക്വാളിറ്റിയിലും എംപ്ലോയ്മെന്റ് മോണിറ്ററിംഗിലും അവിടെ നിയന്ത്രണമില്ല. നമ്മുടെ ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പോലെയാണ് അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നടക്കുന്നത്. ഈ ബില്ലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, UGCയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കണം ടീച്ചേഴ്സിൻ്റെ സിലക്ഷൻ എന്നുള്ളത്. അക്കാഡമിക് സൂപ്പർവിഷൻ ഇവരുടെ സകല ഗവേണിംഗ് ബോഡികളിലും സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട നോമിനികൾ ഉണ്ട്. പിന്നെ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഡ്യൂക്കേഷൻ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ തുടങ്ങാൻ പറ്റുക. നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, AK ആന്റണി പറഞ്ഞ 2 സെൽഫ് ഫിനാൻസിങ് കോളേജ് സമം ഒരു എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞെടുത്ത് കണ്ട കച്ചവടക്കാരെല്ലാവരും സകലമാന ആളുകളും പോയി കോളേജ് തുടങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് മുഴുവൻ പൂട്ടിപ്പോയിട്ടുള്ളത്. ഒറ്റ കണക്ക് കൂടെ ഞാൻ പറയാം. GER എന്ന് പറയുന്ന ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഓൾ ഇന്ത്യ ലെവലിലുള്ളത് 30 ആണ്, 30 ആണ്. കേരളത്തിൽ 42 UK യിലും UAE യിലും അത് 62. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 70 എത്തിക്കുക എന്നുള്ളതാണ്. GER 70 എത്തിക്കാനുള്ള നവകേരള വിഷനിൽ പറയുന്ന സാധനമാണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വിത്ത് ക്ലിയർ സൂപ്പർവിഷൻ ഓഫ് ഗവൺമെന്റ് നോംസ്. അതാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അത് വൈകിയാണ് നടപ്പിലാക്കുന്നത്. ഇനി എത്രയും വേഗം നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഇതിനകത്തുള്ള നാഷണൽ ലെവലിലുള്ള പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്ത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ അകത്ത് ക്രിയേറ്റീവായ സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുകയാണ് വേണ്ടത്. അല്ലാതെ അന്ന് നിങ്ങൾ TP ശ്രീനിവാസന്റെ മേൽ കരിയോയിൽ ഒഴിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ കേവലമായ രാഷ്ട്രീയ യുക്തിയാണ്. അത് ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റ കാര്യം കൂടെ, 2016 എങ്ങനെയാണ് കേരളത്തിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി പ്ലാൻ ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം 2023 കേന്ദ്ര ഗവൺമെന്റ് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയെ കൊണ്ടുവരാനുള്ള നിയമം കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി വരാൻ പറ്റില്ലെന്നേ. അത് എഡ്യൂക്കേഷനിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പെർമിറ്റ് ചെയ്തത് 2023 അപ്പൊ എങ്ങനെയാ 2016 ഉമ്മൻചാണ്ടി TP ശ്രീനിവാസൻ വഴി ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവരിക? എനിക്കറിയില്ല. അത് സാധ്യമല്ല എന്നാണ് വിചാരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റികൾ അടക്കം കേരളത്തിലേക്ക് വരാൻ പോവാണ്. നമ്മുടെ കുട്ടികൾ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഏറ്റവും പുതിയ സിലബസും ഏറ്റവും പുതിയ ടീച്ചിങ് മെത്തേഡും ആയതുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. അതേ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കേരളത്തിൽ കൊണ്ടുവന്നാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും കേരളത്തിലേക്ക് വരും. കേരളത്തെ ഒരു നോളജ് ഇക്കോണമിയാക്കി മാറ്റുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഫ്യൂച്ചർ. അത് LDF-ഉം CPM-ഉം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രതികരണമാകുമോ ഉണ്ടാകുമായിരുന്നത്, അതോ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ കേരളം കത്തുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്.